ഹലോ, എം ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളെ പോത്തുകുട്ടന്മാരുടെ വിശേഷമാണ്. ഇവർക്ക് വേനലായതോടെ പച്ചപ്പുല്ലൊന്നും തീരെ കിട്ടുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കുന്നത് വൈക്കോല് മാത്രമാണ് കൊടുക്കുന്നത്. വൈക്കോലും വെള്ളവും തേങ്ങാപ്പിണ്ണാക്കും ഗോതമ്പ് തവിടും കുറച്ച് കോഴിത്തീറ്റയും കൂടി തിളപ്പിച്ചിട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ. അത് വെള്ളം തിളപ്പിച്ചിട്ട് വെള്ളം നല്ലോണം 2-3 പ്രാവശ്യമൊക്കെ കൊടുക്കും. ചില ദിവസം 2 പ്രാവശ്യം കൊടുക്കും, ചില ദിവസം 3 പ്രാവശ്യം കൊടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ വളർത്തുന്നത്. ഇപ്പോൾ പിന്നെ ചാണകം ഇടക്കിടക്ക് മാറ്റി കൊടുക്കും, ഇവരെ മേത്ത് കൂടി ഒന്നും ആകാതിരിക്കാൻ വേണ്ടിയിട്ടേ. അങ്ങനെ ഇത് ചാണകം മാറ്റിയാണ്. അപ്പോൾ ദിവസം 3-4 പ്രാവശ്യമൊക്കെ മാറ്റി കൊടുത്ത് വെള്ളം നല്ലോണം മേത്ത് കൂടി പാർന്നു കൊടുക്കും. ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റല്. അപ്പോൾ വൈക്കോല് മാത്രം കൊടുത്തിട്ടാണ് ഇപ്പോൾ വളർത്തുന്നത്. വൈക്കോല് ഈ ചെറിയ തീറ്റകളൊക്കെ വൈക്കോല് തിന്നാൻ അവർക്ക് മടിയുണ്ട്. പക്ഷെ പുല്ലിപ്പോൾ കിട്ടാൻ ലേശം പ്രയാസമാണ്. അപ്പോൾ ഇത് തന്നെ കൊടുക്കുന്നത്. ഞാൻ ചില സമയത്ത് വെള്ളത്തിലിട്ട് നനച്ചൊക്കെ കൊടുത്തു. രാവിലെ കുറച്ച് നനച്ച് കൊടുത്തു നോക്കി. നനച്ച് കൊടുത്തിട്ട് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല, അതേമാതിരി തന്നെ തിന്നണുള്ളൂ. നമ്മളിപ്പോൾ കൊടുക്കുന്നതാണ് വെള്ളം, തേങ്ങാപ്പിണ്ണാക്ക്, ഗോതമ്പ് തവിട്. ഒരാൾക്കൊരു കിലോനാണ് ഒരു ദിവസത്തെ കണക്ക്. അത് വലിയവർക്ക് കുറച്ച് കൂടുതൽ കൊടുക്കും. 6 കിലോ തവിട് ഒരു ദിവസം കൊടുക്കും. ഇപ്പോൾ വേനലായതുകൊണ്ടേ കുറച്ച് തേങ്ങാപ്പിണ്ണാക്കും ചേർക്കും, ഒരു 250 ഗ്രാം കോഴിത്തീറ്റ സ്റ്റാർട്ടറും ചേർക്കും. ഇതെല്ലാം കൂടെ ഇട്ട് രാവിലെ തിളപ്പിക്കും, രാവിലെ കൊടുക്കും. അത് കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളത് ഉച്ചക്കും വൈകുന്നേരമായിട്ട് ഈ വെള്ളം ഇങ്ങനെ കൊടുക്കും. പിന്നെ ഈ വൈക്കോലും ഇതൊക്കെ തന്നെ. ഇവിടെ നമ്മളെ 3 പോത്തുകുട്ടന്മാരുണ്ട്. ഇവിടെ 3 ആളാണുള്ളത്. ഒരു ചെറിയ ചെടുങ്ങുണ്ട് ഇതിൻ്റെ നടുക്ക്. ഊരിയെടുത്തോ. ഹലോ, നമ്മളെ പോത്തുകുട്ടന്മാരെ വിശേഷമാണ് ഇപ്പം ഇന്ന്. എം ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാ സുഹൃത്തുക്കൾക്കും. ആ പോത്തുകുട്ടന്മാർക്ക് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ വൈകുന്നേരം ഞങ്ങളൊന്നും ഇങ്ങനെ വന്ന് വീഡിയോ എടുക്കാൻ വന്നതാണ്. രണ്ടാളും കിടക്കുകയാണ്. 2 കുട്ടന്മാരും കിടക്കുകയാണ്. 2 അല്ല 3. ഇതിൻ്റെ നടുക്കൊരുത്തനുണ്ട് ചെറുത്, ഓനും കിടക്കുകയാണ്. പിന്നെ വിശേഷങ്ങൾ ഇതാണ്. വേനൽക്കാലം നല്ലോണം കനത്തു. ഇവർക്കിപ്പോൾ നമ്മൾ കൊടുക്കുന്നത് വൈക്കോലും വെള്ളവും മാത്രമേ കൊടുക്കുന്നത്. വെള്ളം തവിടും തേങ്ങാപ്പിണ്ണാക്കും തിളപ്പിക്കുക. അതിൽ കൂടി ഒരു 250 ഗ്രാം കോഴിത്തീറ്റ സ്റ്റാർട്ടറും ചേർക്കുന്നുണ്ട്. 250 ഗ്രാം സ്റ്റാർട്ടറും ചേർക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് അവരുടെ ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ടേ നല്ല ഉസാറായിട്ട് വരുന്നുണ്ട്. വേനലാണെങ്കിലും വൈക്കോലല്ലാതെ ഇപ്പോൾ വേറൊന്നും നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല. നമ്മൾ കൊടുക്കുന്നത് തന്നെയാണ്. പിന്നെ വൈക്കോലും വെള്ളവും. അതിൽ വൈക്കോൽ കൊടുക്കുന്നത് 1 കിലോ തവിട്, പിന്നെ 6 ആൾക്ക് കൂടി 1 കിലോ തേങ്ങാപ്പിണ്ണാക്കും, 250 ഗ്രാം കോഴിത്തീറ്റ സ്റ്റാർട്ടറും. ഇത് വേവിച്ചിട്ട് 2 നേരം 3 നേരമൊക്കെ ആയിട്ട് വെള്ളം നല്ലോണം ചേർത്തിട്ട് കൊടുക്കുക. പിന്നെ വൈക്കോലും കൂടുതലാകുമ്പോൾ കൊടുത്തിട്ട് ഇപ്പോൾ നമുക്ക് മുതലാവുമ്പോൾ ചെയ്യണമല്ലോ. ഇപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ വൈക്കോല് രാവിലെ ഇട്ട് കൊടുക്കൽ തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇത് രാത്രികൾക്കുള്ളതാണ്. ഇട്ട് കൊടുക്കാണ്. വൈക്കോല് നല്ലോണം തിന്നുന്നുണ്ട്, വേറെ ഒന്നും കിട്ടാനല്ലോ. അപ്പോൾ പിന്നെ ഒരു വൈക്കോല് നല്ലോണം തിന്നും. നല്ല കുട്ടികളാണ് വൈക്കോല് നല്ലോണം തിന്നുന്നത്. വൈക്കോലല്ലാതെ വേറെ എന്താ കൊടുക്കുന്നത്? വേറെ ഒന്നും കൊടുക്കുന്നില്ല, വേറെ സാധനം കൊടുക്കും. വൈക്കോല് എന്നിട്ട് ക്ഷീണമൊന്നുമില്ല അവർക്ക്. വെള്ളം നല്ലോണം കൊടുക്കും, കുടിക്കാൻ കുളിക്കുകയും ചെയ്യും നല്ലോണം. അതന്നെ ഇപ്പോൾ ഒരു ഇത് നമ്മൾ ചെയ്യുന്നത്. തന്നെയാണ് നമ്മളെ പോത്ത് വളർത്തലിൻ്റെ വിശേഷം. പിന്നെ ചാണകം ഇടക്കിടക്ക് മാറ്റി കൊടുക്കുന്നതാണ്. അങ്ങനെ മേത്ത് കൂടി ആകാതിരിക്കാനും. പിന്നെ കൂടുതലായി കഴിഞ്ഞാൽ രാവിലെ നല്ലൊരു പണി കഴിക്കാനും. അപ്പോൾ ഇത് 2-3 പ്രാവശ്യമായിട്ട്
മാറ്റി കൊടുക്കേണ്ടത്. പിന്നെ മേളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും ഉച്ചക്കും രാവിലെയും ഒക്കെ വെള്ളം പാർന്നു കൊടുക്കും. സമയം കിട്ടുമ്പോൾ ഒക്കെ വെള്ളം പാർന്നു കൊടുക്കും. സമയം കിട്ടുമ്പോൾ ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന മേൽക്കൂടി ചൂടല്ലേ, വെള്ളം നല്ലോണം പാർന്നു കൊടുക്കും. ഇപ്പം മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ വെള്ളം പാരുന്നത്. രാവിലെ നല്ലോണം പൈപ്പിട്ടൊന്ന് നനച്ച് കഴുകും. ഉരച്ച് കഴുകലൊന്നുമില്ല, ഇവിടുന്ന് വെള്ളം നല്ലോണം അടിച്ചു കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ 2-3 പ്രാവശ്യം ഞാൻ വന്നിട്ട് ഇങ്ങനെ ബക്കറ്റ് കൊണ്ട് വെള്ളം ഒഴിച്ച് കൊടുക്കും. ഇതിനെ നമ്മൾ വളർത്തുന്ന രീതി. വെള്ളം എപ്പോഴും നനച്ചു കൊടുക്കണം. ഒരു 3 പ്രാവശ്യമെങ്കിലും ഒരു ദിവസം നനച്ചു കൊടുക്കണം. ഇവർക്കിപ്പോൾ പുഴയും കുളമൊക്കെ വേണ്ടതാണ്. നമ്മളെടുത്ത് പോകുന്നില്ലല്ലോ. അപ്പോൾ നമ്മളില്ല സൗകര്യം വെച്ച് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ വെള്ളം മുക്കി വെച്ച് കൊടുക്കും. രാവിലെ നല്ലോണം മോട്ടർ ഇട്ടിട്ട് നല്ല ശരിക്കും നനച്ചു കൊടുക്കും. പിന്നെ 3 നേരം ഇങ്ങനെ വെള്ളം നനച്ചു കൊടുക്കല്. ഇതന്നെ പരിപാടി. രാവിലത്തെ ഇത് കൊടുത്തു. ഇന്നിപ്പോൾ 2 നേരം കൊടുത്തു. ഇന്നിപ്പോൾ ഇത് കുറച്ച് നേരത്തെ കൊടുത്തു. വെള്ളം കൊടുക്കൽ നേരത്തെ കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഇവിടെ കുറച്ച് വെയിലുമാണ്. വീഡിയോ എടുക്കാനൊക്കെ വരുമ്പോൾ വെയിലായതുകൊണ്ട് വെള്ളം രാവിലെ ഒരു 3 മണിക്ക് കൊടുത്തുകൊള്ളു. രാവിലെയും കൊടുത്തുകൊള്ളു. ഇതത്ര തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ വെള്ളമൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ വൈക്കോൽ തന്നെ ഉള്ളൂ. ഇനിയിപ്പോൾ ഇന്ന് അത്രേ വേണ്ടുള്ളൂ അവർക്ക്. ഊരിയെടുത്തോ. എടുക്കട്ടെ.